ഇന്നത്തെ കറണ്ട് അഫെയർസ് പിന്നെ കുറച്ച് GK ക്വസ്റ്റ്യനും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകും. പിന്നെ ക്ലാസ് തന്നെ പറയുന്നതിന് മുമ്പ് ക്ലാസ് കാണുന്നവരാരും തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ദയവേത് നിങ്ങൾക്ക് പ്രയോജനകരമാവുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളെയും കൊണ്ട് ആവുന്ന ഒരു എളിയ സഹായമായിരിക്കും. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഇപ്പോൾ ക്ലാസ്സിലോട്ട് പോവാം. ഡിസംബർ 3 പ്രത്യേകത എന്താണ്? നാവികസേനാ ദിനമാണ് കേട്ടോ. നാവികസേനാ ദിനമാണ് ഡിസംബർ 3. ലോകത്തിൽ സ്വന്തം ഗേറ്റ് പൂട്ടാൻ കഴിയുന്ന ഒരു രാജ്യം. ലോകത്തിൽ സ്വന്തം ഗേറ്റ് പൂട്ടാൻ കഴിയുന്ന ഒരു രാജ്യം ഏതാണ്? വത്തിക്കാൻ സിറ്റിയാണ്. ലോകത്തിൽ സ്വന്തം ഗേറ്റ് പൂട്ടാൻ കഴിയുന്ന ഒരു രാജ്യമാണ് വത്തിക്കാൻ സിറ്റി. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? വത്തിക്കാൻ സിറ്റിയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? വത്തിക്കാൻ സിറ്റി. ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് രാഷ്ട്രം വത്തിക്കാൻ. ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് രാഷ്ട്രം വത്തിക്കാൻ. അപ്പോൾ ലോകത്തിൽ സ്വന്തം ഗേറ്റ് പൂട്ടാൻ കഴിയുന്ന ഒരു രാജ്യം വത്തിക്കാൻ സിറ്റി. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ സിറ്റി. ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് രാഷ്ട്രം വത്തിക്കാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ചെറിയ ദ്വീപ് രാഷ്ട്രം നൗരു. ലോകത്തിലെ ഏറ്റവും വലിയ ചെറിയ ദ്വീപ് രാഷ്ട്രം ഏതാണ്? നൗരു ആണ്. ഒളിമ്പിക്സ് മെഡൽ സ്വന്തമാക്കുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യമാണ് സാൻ മരീനോ. ഒളിമ്പിക്സ് മെഡൽ സ്വന്തമാക്കുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യമാണ് സാൻ മരീനോ. ഈ വർഷം നാവിക ദിനത്തിന് രാജ്യത്തെത്തിയ വിശിഷ്ടാതിഥിയാണ് വ്ളാദിമിർ പുടിൻ. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക കേട്ടോ. ടൈപ്പിൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ. ഈ വർഷം നാവിക ദിനത്തിന് രാജ്യത്തെത്തിയ വിശിഷ്ടാതിഥിയാണ് വ്ളാദിമിർ പുടിൻ. ഇപ്പോൾ നാവികസേനാ ദിനത്തിൽ രാജ്യത്തെത്തുന്ന വിശിഷ്ടാതിഥി ആരാണ്? വ്ളാദിമിർ പുടിനാണ്. ഇനി ഓപ്പറേഷൻ ട്രൈറ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ നാവികസേന പാക് തുറമുഖമായ കറാച്ചി ആക്രമിച്ച ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ ട്രൈറ്റൻ്റ്. ഓപ്പറേഷൻ ട്രൈറ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ നാവികസേന പാക് തുറമുഖമായ കറാച്ചി ആക്രമിച്ചതാണ്. ഇനി ഡിസംബർ 3 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 1984 ഡിസംബർ 2 രാത്രിയിലാണ് ഏറ്റവും ലോകത്തെ നടുക്കിയ ഭോപ്പാൽ ദുരന്തം നടന്നത് കേട്ടോ. അപ്പോൾ ഡിസംബർ 3 രാവിലെയാണ് എല്ലാവരും അറിയുന്നത്. അപ്പോൾ 1984 ഭോപ്പാൽ ദുരന്തം നടന്നത്. സെൻട്രൽ വിസ്തയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇനി മുതൽ അറിയപ്പെടുന്ന പുതിയ പേര് സേവാ തീർത്ഥാണ്. സെൻട്രൽ വിസ്തയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയപ്പെടുന്ന പേര് സേവാ തീർത്ത്. 2025 ഇന്തോനേഷ്യ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ദിത്വാ ചുഴലിക്കാറ്റ്. 2025 ഇന്തോനേഷ്യ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ദിത്വാ ചുഴലിക്കാറ്റ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത് അന്തർവാഹിനിയാണ് അരിദമൻ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത് അന്തർവാഹിനി അരിദമൻ. ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത്? ഫ്രാൻസിൽ നിന്നാണ്. ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത്? അത് ഫ്രാൻസിൽ നിന്നാണ്. വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികം ഡിസംബർ 8. വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന എന്നാണ്? ഡിസംബർ 8-നാണ്. വനിതാ ലോകകപ്പ് നേടിയ റെയിൽവേ ഓഫീസർ റാങ്കിലേക്ക് ഉയർത്തിയ റെയിൽവേ ഓഫീസർ റാങ്കിലേക്ക് ഉയർത്തിയ ടീം അംഗങ്ങൾ. വനിതാ ലോകകപ്പിൽ നേടിയ റെയിൽവേ ഓഫീസർ റാങ്കിലേക്ക് ഉയർത്തിയ ടീം അംഗങ്ങൾ ഏതാണ്? പ്രതിക റാവൽ, സ്നേഹ റാണ, രേണുക സിംഗ് ഠാക്കൂർ. പ്രതിക റാവൽ, സ്നേഹ റാണ, രേണുക സിംഗ് ഠാക്കൂർ. ഈ 3 പേരെയാണ് റെയിൽവേ ഇപ്പോൾ ഓഫീസർ തസ്തികയിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. ആരോഗ്യ ചികിത്സയ്ക്ക് ചിപ്പ് വികസിപ്പിച്ച സ്ഥാപനമാണ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ആരോഗ്യ ചികിത്സയ്ക്ക് ചിപ്പ് വികസിപ്പിച്ച സ്ഥാപനമാണ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത്. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് ആരോഗ്യ ചികിത്സയ്ക്ക് വേണ്ടി ചിപ്പ് വികസിപ്പിച്ച സ്ഥാപനമാണ്. ഇന്ത്യ മാലിദ്വീപ് സംയുക്ത സൈനികാഭ്യാസം അറിയപ്പെടുന്ന പേര്? ഇന്ത്യ മാലിദ്വീപ് സംയുക്ത സൈനികാഭ്യാസം അറിയപ്പെടുന്ന പേരെന്താണ്? എക്വറിൻ. അത് തിരുവനന്തപുരത്ത് ഈ വർഷം നടക്കാൻ പോകുന്നു. ഇന്ത്യ മാലിദ്വീപ് സംയുക്ത സൈനികാഭ്യാസമാണ് എക്വറിൻ. അത് തിരുവനന്തപുരത്താണ് നടക്കാൻ പോകുന്നത്.
എക്വറിൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സുഹൃത്തുക്കൾ എന്നാണ് കേട്ടോ. എക്വറിൻ എന്ന വാക്കിനർത്ഥം സുഹൃത്തുക്കൾ എന്നാണ് കേട്ടോ. എക്വറിൻ എന്ന വാക്കിനർത്ഥം എന്താണ്? സുഹൃത്തുക്കൾ. എക്വറിൻ എന്ന വാക്കിനർത്ഥം സുഹൃത്തുക്കൾ എന്നാണ്. പിന്നെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസും അതുപോലെ തന്നെ കുറച്ച് GK ക്വസ്റ്റ്യനുമാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞത് എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.